കനത്ത മഴയിൽ വടക്കൻ ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി. തലയാട് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26 മൈൽ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മഴയിൽ വടകരയിൽ കിണർ ഇടിഞ്ഞു താണു. ജലനിരപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തലയാട് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26 മൈൽ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ശക്തമായ മഴയിൽ വടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വടകര ടൗണിലെ കീർത്തനത്തിൽ ദിവാകരന്റെ വീട്ടിലെ കിണറാണ് പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് താഴ്ന്നത്. വീടിന്റെ തൂണിന് വിള്ളൽ വന്നു. കുറ്റ്യാടിച്ചുരത്തിലെ 10ാം വളവിലും മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. മണ്ണിടിഞ്ഞ നാദാപുരം ചെക്യാട് റോഡിലും ഗതാഗത തടസ്സമുണ്ടായി. വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണ പ്രദേശത്ത് ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെട്ടു. ബാലുശ്ശേരി തലയാട് ഉരുൾപൊട്ടലുണ്ടായി. ആളപായമില്ല. കാസർകോട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഉപ്പള മഞ്ചേശ്വരം പുഴകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മേൽപ്പറമ്പയിൽ വീടിന് സമീപം മണ്ണിടിഞ്ഞു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞാൻ കുളിച്ചുകൊണ്ടായി, അമ്മയുടെ TV നോക്കിക്കൊണ്ടായി, ഭാര്യയും കുഞ്ഞും ഭജനൊക്കെ പോയിട്ടുണ്ടായി. ആ സമയത്താണ് ഇത് വലിയൊരു സൗണ്ട് കേട്ട്. അങ്ങനെ ഞാൻ കുളിക്കുന്ന നടന്ന് വന്ന് നോക്കുമ്പോൾ വലിയൊരു പാറക്കല്ലിങ്ങനെ വീണിട്ടുണ്ട്. ആ ഈ ഭാഗത്ത് ചുറ്റും പാറയുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പരാതി കൊടുത്തത്. കുളങ്ങാട് മലയിൽ വിള്ളൽ വീണതും ആശങ്ക സൃഷ്ടിച്ചു. മലയുടെ താഴ്ഭാഗത്ത് അംബേദ്കർ ഉന്നതിയിൽ 30 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. മഴ കനത്താൽ വിള്ളൽ വർദ്ധിക്കാനും അപകടത്തിനും സാധ്യതയുണ്ട്. കണ്ണൂർ കക്കാട് പുഴ കരകവിഞ്ഞു. ശക്തമായ മഴയിൽ വയനാട് ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ സമീപത്തെ കൃഷിയിടങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.